Hi, welcome to Analysis by NAD. Today we will discuss about the topic Ignou, MA Psychology, Personality Theories and Assessment, Block 1, Unit 1, ഫിഫ്ത്ത് പാർട്ട് വീഡിയോ. നമ്മൾ കഴിഞ്ഞ 4 വീഡിയോസിലായിട്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ ബയോളജിക്കൽ ഫാക്ടേഴ്സുമാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിനി എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എങ്ങനെയാണ് പേഴ്സണാലിറ്റീനെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. Besides physical and psychological factors, some environmental factors have been isolated and shown to have a significant impact upon the development of personality. Under environmental determinants, the following 4 sets of factors have been primarily emphasized. ഏതൊക്കെയാണ്? Social acceptance, social deprivation, educational factors, family determinants, emotional climate of home and ordinal position, size of the family. അപ്പോൾ ഇത്രയാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ആദ്യമായിട്ട് സോഷ്യൽ അക്സെപ്റ്റൻസ് എന്താണെന്ന് നോക്കാം. ദീസ് ആർ വൺ ഓഫ് ദ മേജർ എൻവയോൺമെൻറ്റൽ ഡിറ്റർമിനൻറ്റ്സ്. എവറി പേഴ്സൺ ലിവ്സ് ഇൻ എ സോഷ്യൽ ഗ്രൂപ്പ് വിച്ച് ജഡ്ജസ് ദ പേഴ്സൺസ് ബിഹേവിയർ ഇൻ ടേംസ് ഓഫ് പേഴ്സൺസ് കൺഫോമിറ്റി ടു ഗ്രൂപ്പ് എക്സ്പെക്ടേഷൻസ് റിഗാർഡിംഗ് പ്രോപ്പർ പെർഫോമൻസ് ബിഹേവിയർ ആൻഡ് അപ്രോപ്രിയേറ്റ് റോൾ പ്ലേയിങ്. ദ സോഷ്യൽ ജഡ്ജ്മെൻറ്റ് സെർവ്സ് ആസ് basis for self-evaluation. In this way, the social group tends to influence the development of self-concept. ഇതൊരു മേജർ എൻവയോൺമെൻറ്റൽ ഡിറ്റർമിനൻസ് ആണ്. കാരണം എല്ലാ ആളുകൾക്കും ജീവിക്കണമെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പിനകത്തായിരിക്കും അവർ ജീവിക്കുക. മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. നമ്മളൊരു ഗ്രൂപ്പിനകത്താവുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് എന്തുണ്ടാവും, നമ്മൾ ഏത് രീതിയിൽ പെരുമാറണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. സോ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരിക്കും. അതെന്തായിരിക്കണം? നമ്മുടെ പ്രോപ്പർ പെർഫോമൻസ് ആണോ, നമ്മുടെ ബിഹേവിയർ ആണോ നമ്മൾ കാഴ്ചവെക്കുന്നത്, നമ്മുടെ റോളാണോ നമ്മൾ പ്ലേ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും, അവർ നോക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളതെല്ലാം കൺഫേം ചെയ്യണം എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പിനകത്തായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ റോൾസും കാര്യങ്ങളും നമ്മൾ കൺഫേം ചെയ്യണം എന്നുള്ളതാണ്. സോ ഒരു സോഷ്യൽ ജഡ്ജ്മെൻറ്റ് സെർവ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സെൽഫ് ഇവാലുവേഷൻ ആണ്. നമ്മുടെ സെൽഫിനെ കുറിച്ചുള്ള ഒരു ഇവാലുവേഷനാണ് അതിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. നമ്മൾ ഏത് ഗ്രൂപ്പിലാണോ നമ്മൾ നിൽക്കുന്നത് ആ സോഷ്യൽ ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെൽഫ് ഇവാലുവേഷൻ നടത്തുന്നത്. അപ്പോൾ ഓരോ വ്യക്തികളുടെയും സെൽഫ് കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിൽക്കുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. The degree of influence the social group has on personality development depends not alone on how well accepted the individual is, but also on how much importance social acceptance has for the individual. If the person places more value on the group acceptance, that person will be more willing to be influenced by the group. Persons who are widely accepted and liked by the group are likely to respond in a congenital and friendly spirit than those who experience hostility, disregard, and rejection in the group. ഡിഗ്രി ഓഫ് ഇൻഫ്ലുവൻസ് എന്ത് ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക? ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ചെയ്യുന്നുണ്ട്. അതൊറ്റയ്ക്ക് മാത്രമല്ല, അത് അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ ആ ഒരു ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ ആ ഒരു ഗ്രൂപ്പിനകത്ത് കൂടുതൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും ആ ഒരു ഇൻഡിവിജ്വാലിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ്. ആ ഒരു പേഴ്സൺ കൂടുതൽ വാല്യൂ ആ ഒരു ഗ്രൂപ്പിന് കൊടുക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് ഒരുപാട് ആ ഒരു പേഴ്സണിൽ ചൊലുത്തും എന്നുള്ളതാണ്. സോ പേഴ്സൺ ഹു ആർ വൈഡ്ലി അക്സെപ്റ്റഡ് ആൻഡ് ലൈക്ഡ് ബൈ ദ ഗ്രൂപ്പ് ആർ ലൈക്ലി ടു റെസ്പോണ്ട് ഇൻ എ കൺജനിറ്റൽ ആൻഡ് ഫ്രണ്ട്ലി സ്പിരിറ്റ് ദാൻ ദോസ് ഹു എക്സ്പീരിയൻസ് ഹോസ്റ്റിലിറ്റി, ഡിസ്റിഗാർഡ് ആൻഡ് റിജക്ഷൻ ഇൻ ദ ഗ്രൂപ്പ്. അതായത് എത്രത്തോളം ഫ്രണ്ട്ലി ആയിട്ടാണ് ആ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ഒരു വ്യക്തിക്ക് ഒരു പേഴ്സണാലിറ്റിയിൽ അതെന്ത് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നത്. ചില ആളുകൾ ഗ്രൂപ്പിൽ നിന്നും റിജക്റ്റഡ് ആയിട്ടായിരിക്കും. സോ അവരൊന്നും അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മറ്റുള്ളവർക്കായിരിക്കും. ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് അവർക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. ഇൻ ഫാക്ട്, ഹൗ മച്ച് ഇൻഫ്ലുവൻസ് സോഷ്യൽ അക്സെപ്റ്റൻസ് ഹാസ് ഓൺ ബിഹേവിയർ ഡിപ്പെൻഡ്സ് അപ്പോൺ 2 conditions: how much security a person has in his or her status in the group and what importance he or she attaches to the social acceptance. If the person feels fully secure in the status, which would make the person free to act and he or she wishes and will not be greatly influenced by suggestions from others. Likewise, if the person attaches more value to the social acceptance, he or she will be also more susceptible to be in line with the group members. ഈ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് എത്രത്തോളം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നത് 2 കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. ഒന്നാമത്തത്
ഹൗ മച്ച് സെക്യൂരിറ്റി എ പേഴ്സൺ ഹാസ് ഇൻ ഹിസ് ഓർ ഹെർ സ്റ്റാറ്റസ് ഇൻ ദ ഗ്രൂപ്പ്. അതായത് എത്രത്തോളം ആ ഒരു വ്യക്തിക്ക് ആ ഒരു സ്റ്റാറ്റസിനനുസരിച്ചുള്ള സെക്യൂരിറ്റി അതിനകത്ത് ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടും, അത് അവൾക്കോ അവനോ അത് അത്രത്തോളം അവരുടെ സോഷ്യൽ അക്സെപ്റ്റൻസിനെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇഫ് ദ പേഴ്സൺ ഫീൽസ് ഫുള്ളി സെക്യൂർ ഇൻ ദ സ്റ്റാറ്റസ്, ഒരു പേഴ്സൺ ഫുള്ളി സെക്യൂർ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്റ്റാറ്റസുമായിട്ട്, which would make the person free to act and he or she wishes and will not be greatly influenced by suggestions from others. ആ ഒരു വ്യക്തിക്ക് അവരുടെ സ്റ്റാറ്റസിൽ ഫുള്ളായിട്ട് സെക്യൂർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, മറ്റുള്ളവരുടെ സജഷൻസിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല. അവർക്കപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇഫ് ദ പേഴ്സൺ അറ്റാച്ചസ് മോർ വാല്യൂ ടു ദ സോഷ്യൽ അക്സെപ്റ്റൻസ്, ആ ഒരു വ്യക്തി സോഷ്യൽ അക്സെപ്റ്റൻസിന് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ he or she will be also more susceptible to be in line with the group members. സോ ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റിലായിട്ട് അവർക്ക് പോകാൻ പറ്റും എന്നുള്ളതാണ്. പേഴ്സൺ ഹൂ സോഷ്യൽ അക്സെപ്റ്റൻസ് ഈസ് വെരി ഹൈ, ഏതൊക്കെ ആളുകളുടെ സോഷ്യൽ അക്സെപ്റ്റൻസ് ആണോ ഹൈ ആയിട്ട് നിൽക്കുന്നത്, ദേ ആർ ജനറലി മോർ ഔട്ട് ഗോയിങ്, മോർ ഫ്ലെക്സിബിൾ, മോർ ആക്റ്റീവ് ആൻഡ് ഡെയറിങ് ദാൻ ദോസ് ഹൂ ആർ ഓൺലി മോഡറേറ്റ്ലി സോഷ്യലി അക്സെപ്റ്റഡ് ഓർ മോഡറേറ്റ്ലി പോപ്പുലർ. സോ സോഷ്യലി അക്സെപ്റ്റ് ചെയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ മോഡറേറ്റ്ലി പോപ്പുലർ ആയിട്ടുള്ള ആളുകളൊന്നും എന്ത് ചെയ്യില്ല, കൂടുതലായിട്ടും സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടാത്തവരാണ്. സോഷ്യൽ അക്സെപ്റ്റൻസ് ഹൈ ആയിട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ജനറലി ഔട്ട് ഗോയിങ് ആയിരിക്കും, കൂടുതലായിട്ടും പുറത്തുള്ള ആളുകളായിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, അവരെ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഉപകാരപ്പെടും. അതുപോലെ മോർ ആക്റ്റീവ് ആയിരിക്കും, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. സോഷ്യലി അക്സെപ്റ്റ് ചെയ്യാത്തവരെക്കാളും അതുപോലെ മോഡറേറ്റ്ലി പോപ്പുലർ ആയവരെക്കാട്ടിലും കൂടുതൽ പേടിയുള്ളവരുമായിരിക്കും. ഓക്കെ. However, such persons often fail to establish close relationship with people. They also fail to show emotional warmth, which is considered essential to close and intimate person relationship. The sense of aloofness usually comes from the feeling of superiority. ചില ആളുകൾ പരാജയപ്പെടാറുണ്ട് എസ്റ്റാബ്ലിഷ് ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് പീപ്പിൾ. മനുഷ്യനായിട്ട് ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റാത്തവരുണ്ട്. സോ ദേ ആൾസോ ഫെയിൽ ടു ഷോ ഇമോഷണൽ വാംത്ത്. അവരുടെ ഇമോഷൻസ് പുറത്തോട്ട് കൊണ്ടുവരാൻ അവർ പരാജയപ്പെടുന്നവരായിരിക്കും. ആ ഒരു ഫീലിംഗ് വരുന്ന എപ്പോഴാണ്, ഒരു സുപ്പീരിയോറിറ്റി ഫീലിംഗ് ഉള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റാത്തത്, കൂടുതൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റാത്തത് ആളുകളുമായിട്ട്. സോ അങ്ങനെ എപ്പോഴും ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിലേഷൻഷിപ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. സോ അവർക്ക് കൂടുതലായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇമോഷണൽ വാംത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. വൺ എക്സ്ട്രീം ഓപ്പോസിറ്റ് ഓഫ് സോഷ്യൽ അക്സെപ്റ്റൻസ് ഈസ് സോഷ്യൽ ഐസൊലേഷൻ. ഇഫ് എ പേഴ്സൺ ഡെവലപ്സ് ദ ഫീലിംഗ്സ് ഓഫ് റിജക്ഷൻ ഡ്യൂ ടു സോഷ്യൽ ഐസൊലേഷൻ വെൻ ഇൻ ഫാക്ട് they want to be accepted. ഒരു എക്സ്ട്രീം ഓപ്പോസിറ്റ് ഓഫ് സോഷ്യൽ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഐസൊലേഷൻ ആണ്. അതായത് ഒരു വ്യക്തി സോഷ്യലി അക്സെപ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അയാൾ നല്ല ആക്റ്റീവ് ആയിരിക്കും, നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും, എല്ലാ റിലേഷൻഷിപ്സും ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്, സോഷ്യൽ ഐസൊലേഷൻ ആണ്. അതായത് എപ്പോഴും ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സോഷ്യൽ റിലേഷൻഷിപ്സ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ അക്സെപ്റ്റൻസിന് നേരെ ഓപ്പോസിറ്റ് എന്താണ്, സോഷ്യൽ ഐസൊലേഷൻ ആണ്. ഇഫ് എ പേഴ്സൺ ഡെവലപ്സ് ദ ഫീലിംഗ് ഓഫ് റിജക്ഷൻ ഡ്യൂ ടു സോഷ്യൽ ഐസൊലേഷൻ വെൻ ഇൻ ഫാക്ട് they want to be accepted, would develop the feelings of resentment against those who have rejected them. Such people are often depressed. ഒരു പേഴ്സൺ സോഷ്യൽ ഐസൊലേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി റിജക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അവരുടെ ഫീലിങ്സ് എല്ലാം ഐസൊലേഷൻ്റെതാണ്. അതായത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു രീതിയിലുള്ള, ആരുടെ കൂടെയും പ്രവർത്തിക്കാത്ത, ആക്റ്റീവ് ആവാത്ത ഒരാളുകളായിരിക്കും. അവർ സോഷ്യലി അക്സെപ്റ്റ് ചെയ്യപ്പെടാത്തവരാണ്. സോ അതെന്ത് ചെയ്യും, അവർക്കൊരു ഫീലിങ്സ് ഉണ്ടാക്കും അഗെയിൻസ്റ്റ് റിജക്ഷൻ. അവർക്ക് റിജക്റ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹമില്ലെങ്കിൽ പോലും അവർ റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്. സോ അവർക്ക് ആഗ്രഹമില്ല റിജക്റ്റ് ചെയ്യപ്പെടാൻ, പക്ഷേ അവർക്ക് സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ സോഷ്യൽ റിലേഷൻസ് ഉണ്ടാക്കാനും അവർ തയ്യാറല്ല. സോ അവർക്ക് എപ്പോഴും ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരിക്കും. സോ അതെന്ത് ചെയ്യും, അവർക്ക് സച്ച് പീപ്പിൾ ആർ ഓഫൻ ഡിപ്രസ്ഡ്. അത് അവർക്ക് ഡിപ്രഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. സാഡ് ആയിരിക്കും, അവർ അൺഹാപ്പി ആയിരിക്കും, ഒരു സന്തോഷമില്ലാത്ത, എപ്പോഴും സാഡായിട്ടിരിക്കുന്നവരായിരിക്കും, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള ആളുകൾ. ദേ മേ ഡെവലപ്പ് സോർ ഗ്രേവ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സോഷ്യൽ ആക്ടിവിറ്റീസ്. സോ അവർക്ക് എപ്പോഴും ഒരു കയ്പ് സ്വഭാവമായിരിക്കും ഉണ്ടാവുക. സോഷ്യൽ ആക്ടിവിറ്റീസിനോടൊക്കെ അവർക്ക് ഒരു വിമുഖതയായിരിക്കും ഉണ്ടാവുക. ഒരിക്കലും അവർക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസിലും അവർ ഇൻവോൾവ് ചെയ്യാതെ നിൽക്കുന്ന ഒരാളുകളായിരിക്കും. Such a social rejection may lead to the person to become juvenile delinquents or criminals in the long run. ഇത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഈ ഒരു സോഷ്യൽ റിജക്ഷൻ അവർ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അതായത് കുട്ടികളാണെങ്കിൽ അവർ ഒരുപാട് ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. മുന്നോട്ട് പോകും തോറും അവരുടെ ഐസൊലേഷൻ അവരെ കൊണ്ടെത്തിക്കുന്നത് ജുവനൈൽ ഡെലിക്വൻസിലേക്കും അതുപോലെ ക്രിമിനൽസിലേക്കൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. Researchers have further shown that if early social experiences of the persons are favorable, they are likely to become social. If their experiences are unfavorable, they are likely to develop an unsocial or antisocial personality. റിസർച്ചേഴ്സ് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ ചെയ്തിട്ടുള്ള ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെ അവർക്ക്
പിന്നീടുള്ള ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റ് ഇല്ലാതെ പോസിറ്റീവായിട്ടാണ് ഫേവറബിൾ ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, അവരെ വല്ലാതെ ബാധിക്കില്ല. അവർ പിന്നീട് എന്ത് ചെയ്യും, സോഷ്യലി അവർ ഇൻ്ററാക്ട് ചെയ്യുമെന്നുള്ളതാണ്. ആൻഡ് ഇഫ് ദിയർ എക്സ്പീരിയൻസ് ആർ അൺഫേവറബിൾ, അതവർക്ക് ഫേവറബിൾ അല്ലെങ്കിൽ അതെന്ത് ചെയ്യാം, ദേ ആർ ലൈക്ലി ഡെവലപ്പ് ആൻ അൺസോഷ്യൽ ആൻഡ് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി. അവർ സൊസൈറ്റീനോട് ആൻറ്റി സോഷ്യലായിട്ട് പെരുമാറുമെന്നുള്ളതാണ്. സോഷ്യലി ഒരു ഇൻവോൾവ്മെൻറ്റും അവർക്കില്ല എന്നുണ്ടെങ്കിൽ അവർ അൺസോഷ്യലായിട്ട് മാറും, അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആയിട്ട് അവർക്കത് മാറുമെന്നുള്ളതാണ്. സോ അതാണ് ഇതിനകത്ത് പറയുന്നത്. സോഷ്യൽ അക്സെപ്റ്റൻസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം, നമ്മൾ സോഷ്യലി ഇൻറ്ററാക്റ്റീവ് ആയിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം. ഇനി സോഷ്യലി ആക്റ്റീവ് അല്ലാത്ത ആളുകളാണ് സോഷ്യൽ ഐസൊലേഷൻസ് ഉണ്ടാവുന്നത്. സോഷ്യൽ ഐസൊലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവർ സോഷ്യലി അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും പെരുമാറുന്നവരായിരിക്കും. അത് അവർക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവാനുള്ള സാധ്യതകളും കൂട്ടുമെന്നുള്ളതാണ്. അടുത്താണ് സോഷ്യൽ ഡിപ്രിവേഷൻ. ദിസ് ഈസ് അനദർ എൻവയോൺമെൻറ്റൽ ഫാക്ടർ വിച്ച് ഈസ് സെഡ് ടു ഇൻഫ്ലുവൻസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ഇൻ മാസീവ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് വേ. സോഷ്യൽ ഡിപ്രിവേഷൻ മീൻസ് ബീങ് ഡിപ്രൈവ്ഡ് ഓർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ വേരിയസ് ടൈപ്സ് ഓഫ് സോഷ്യൽ കോൺടാക്ട്സ് ഇൻക്ലൂഡിംഗ് ലവ് ആൻഡ് അഫെക്ഷൻ. സോഷ്യൽ ഡിപ്രിവേഷൻ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ അധസ്ഥിതാവസ്ഥ എന്നൊക്കെ പറയും, അതായത് ഇല്ലായ്മ എന്നുള്ള രീതിയിൽ. ഇതെന്താണ്, ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടറാണ് സോഷ്യൽ ഡിപ്രിവേഷൻ എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ കോണ്ടാക്ട്സിൻ്റെ ഇല്ലായ്മ, സോഷ്യൽ കോണ്ടാക്റ്റിൻ്റെ ദാരിദ്ര്യം കൊണ്ട്, അതായത് പ്രണയത്തിൻ്റെയും അതുപോലെ അഫെക്ഷൻ്റെയും എല്ലാം ദാരിദ്ര്യം കൊണ്ടുണ്ടാകുന്ന, അതിൻ്റെ ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണെന്ത്, സോഷ്യൽ ഡിപ്രിവേഷൻ എന്ന് പറയുന്നത്. സോ സോഷ്യൽ ഡിപ്രിവേഷൻ കോസസ് സോഷ്യൽ ഐസൊലേഷൻ, അത് സോഷ്യൽ ഐസൊലേഷനിലേക്ക് നയിക്കുകയും വിച്ച് ഹാസ് ആൻ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ പേഴ്സണാലിറ്റി, അത് പേഴ്സണാലിറ്റീനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സോഷ്യൽ ഡിപ്രിവേഷൻ ഹാസ് പ്രൂവ്ഡ് മോസ്റ്റ് ഡാമേജിങ് ഫോർ 2 ഏജ് ഗ്രൂപ്പ്. 2 ഏജ് ഗ്രൂപ്പിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഡാമേജ് ഉണ്ടാക്കുന്നത്. ഏറ്റവും യങ് ആയിട്ടുള്ളവരിലും അതുപോലെ എൽഡർ ആയിട്ടുള്ളവരിലുമാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യൽ ഡിപ്രിവേഷൻ ഉണ്ടാവുന്നത്. ദ യങ് ചിൽഡ്രൻ ഹൂ ആർ ഡിപ്രൈവ്ഡ് ഓഫ് കോണ്ടാക്ട്സ് വിത്ത് പാരൻസ്, ഗാർഡിയൻസ് ഫെയിൽ ടു ഡെവലപ്പ് ഹെൽത്തി ആൻഡ് നോർമൽ പേഴ്സണാലിറ്റി. ഏത് ചിൽഡ്രൻസിനാണോ പാരൻസും ഗാർഡിയൻസും ആയിട്ട് അവർക്കൊരു കോണ്ടാക്റ്റ് ഇല്ലാതെ ഡെവലപ്പ് ആവുന്നത്, സ്നേഹത്തിൻ്റെയോ വാത്സല്യത്തിൻ്റെയോ ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ അവർ ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് അവരുടെ പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ ദിയർ ബിഹേവിയർ ഈസ് സോഷ്യലി ഡിസപ്രൂവ്ഡ് ആൻഡ് ദേ ആർ ഓൾസോ അൺഫേവറബിളി ജഡ്ജ്ഡ് ബൈ അതേഴ്സ്. സോ ഇങ്ങനെയുള്ള കുട്ടികൾ എന്തായിട്ട് മാറും, സോഷ്യലി ഡിസപ്രൂവ് ആയിട്ട് മാറും. അതുപോലെ അവർ ഒരു അൺഫേവറബിളി ആയിട്ടായിരിക്കും മറ്റുള്ളവർ അവരെ ജഡ്ജ് ചെയ്യുന്നത്. സോ സോഷ്യൽ ഡിപ്രിവേഷൻ ഇൻ എൽഡർലി പീപ്പിൾ മേക്ക് ദം സെൽഫ് ബൗണ്ട് ആൻഡ് സെൽഫിഷ്. സോഷ്യൽ ഡിപ്രിവേഷൻ എൽഡർ പീപ്പിളിലാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അത് അവർക്ക് സെൽഫ് ബൗണ്ടും അതുപോലെ അവരെ സെൽഫിഷ് ആക്കി മാറ്റും എന്നുള്ളതാണ്. വിച്ച് ഗ്രാജുവലി ലീഡ് ടു അൺഫേവറബിൾ സോഷ്യൽ ആൻഡ് സെൽഫ് ജഡ്ജ്മെൻറ്റ്. അത് അൺഫേവറബിൾ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സെൽഫ് ജഡ്ജ്മെൻറ്റിലേക്ക് നയിക്കും എന്നുള്ളതാണ്. ഇറ്റ് ഹാസ് ഓൾസോ ബീൻ ഒബ്സർവ്ഡ് ദാറ്റ് സോഷ്യൽ ഡിപ്രിവേഷൻ ഈസ് ഫാർ മോർ ഡാമേജിങ് ടു പീപ്പിൾ ഹു വാണ്ട് ആൻഡ് ആൾസോ നീഡ് സോഷ്യൽ കോണ്ടാക്ട്സ് ഫോർ ഹാപ്പിനെസ് ദാൻ ദോസ് ഹു ആർ സെൽഫ് സഫിഷ്യൻറ്റ് ഓർ ഹു വളണ്ടറിലി വിത്ഡ്രോ. സോഷ്യൽ ഡിപ്രിവേഷൻ ഒരുപാട് കാലം അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, പീപ്പിളിനെ ഡാമേജ് ചെയ്യും. ആ വ്യക്തികൾക്ക് സോഷ്യൽ കോണ്ടാക്റ്റ് വേണം അവരുടെ ഹാപ്പിനെസ്സിനും അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻസിക്കൊക്കെ. വളണ്ടറിലി അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവർക്ക് ഹാപ്പിനെസ് വേണം, പക്ഷേ അവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു സോഷ്യൽ ഡിപ്രിവേഷനാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അവരുടെ പേഴ്സണാലിറ്റിനെ ഡാമേജ് ചെയ്യും, അവരെ സെൽഫിഷ് ആക്കും. ഫോർ എക്സാമ്പിൾ, വെൻ എൽഡർലി പേഴ്സൺസ് വളണ്ടറിലി ഡിസൈഡ് ഓൺ ദിയർ ഓൺ ടു വിത്ഡ്രോ ഫ്രം സോഷ്യൽ ആക്ടിവിറ്റീസ് ദേ ആർ ഫാർ ഹാപ്പിയർ ആൻഡ് റിലേറ്റീവ്ലി വെൽ അഡ്ജസ്റ്റഡ് ഇൻ കമ്പാരിസൺ to those who withdrawal involuntarily. Social deprivation is extensive and prolonged. It gradually leads to unhealthy social attitude and mental illness. സോ സോഷ്യൽ ഡിപ്രിവേഷൻ ഒരുപാട് കൂടുതലായി കഴിഞ്ഞാൽ, അത് മുന്നോട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഗ്രാജുവലി എന്തിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്, അൺഹെൽത്തി ആയിട്ടുള്ള, അതായത് ആരോഗ്യപരമല്ലാത്ത സോഷ്യൽ ആറ്റിറ്റ്യൂഡിലേക്കും മെൻ്റൽ ഇൽനെസ്സിലേക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവരെ നയിക്കുന്നത്. സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സും മെൻ്റലി ഇൽനെസ്സിലേക്കുമാണ് എന്ത് ചെയ്യുന്നത്, അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്കാണ് അവരെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതാണ് സോഷ്യൽ ഡിപ്രിവേഷനിൽ പറയുന്നത്. സോ ഓരോ വ്യക്തികൾക്കും എന്തൊക്കെ വേണം, ലവ് വേണം, അഫെക്ഷൻ വേണം, സന്തോഷം വേണം, സമാധാനം വേണം. എല്ലാവരുടെയും സ്നേഹവും പരിചരണവും ഒന്നുമില്ലാതെ അവരെന്തായി പോവാണ്, അവർക്ക് മനസ്സ് മടുത്തു പോവാണ്. അതാണ് സോഷ്യൽ ഡിപ്രിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യൽ ഡിപ്രിവേഷൻ എന്ത് ചെയ്യാം, അവരുടെ പേഴ്സണാലിറ്റിനെ വളരെയധികം എന്ത് ചെയ്യാം, എഫക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. പേഴ്സണാലിറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സിൻ്റെ ബാക്കി കോണ്ടന്റ് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.